വർഷാവസാനമാണ് ഡിസംബർ 31. സ്വാഭാവികമായും ഒരു റൗണ്ടപ്പ് വേണം. സിനിമാ റൗണ്ടപ്പിലേക്ക് തന്നെയാണ് കടക്കുന്നത്. ഒട്ടനവധി മികച്ച സിനിമകൾ, പുതിയ ചരിത്രങ്ങൾ ഒക്കെ കണ്ട 2025 ആദ്യമായി 300 കോടി ക്ലബിൽ ഇടം നേടിയ ലോകയും മികച്ച വില്ലൻ കഥാപാത്രങ്ങളും നായക പരിവേഷങ്ങളും സപ്പോർട്ടിംഗ് ആക്ടേഴ്സും ഉൾപ്പെടെ കണ്ടതാണ് 2025. ഒരുപക്ഷെ നായകനിലേക്കും വില്ലനിലേക്കും ആദ്യം പോകുന്നതിന് മുമ്പ് പലർക്കും ആദ്യം ഓർത്തു വയ്ക്കാൻ സാധിക്കുക മികച്ച സിനിമ തന്നെയായിരിക്കും. അങ്ങനെ പ്രധാനപ്പെട്ട ചില സിനിമകൾ 2025 മലയാളത്തിന് കിട്ടിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി ഒന്ന്, ഇപ്പോഴും വിശേഷണങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നതും പി അജേഷ് എന്ന കഥാപാത്രത്തിലൂടെ ആ സിനിമയ്ക്ക് തന്നെ പുതിയ മാജിക് സൃഷ്ടിച്ച ഒരു സിനിമയാണ് പൊന്മാൻ. ജ്യോതിശങ്കർ എന്ന നവാഗത സംവിധായകൻ, എഡിറ്ററായിരുന്നു അദ്ദേഹം. നവാഗതനായി സംവിധാന രംഗത്തേക്ക് എത്തിയ ജ്യോതിശങ്കറിൻ്റെ സിനിമയായിരുന്നു പൊന്മാൻ. ബേസിൽ ജോസഫ്, ലിജോ മോൾ ജോസ്, സജിൻ ഗോപു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി. സിനിമയിൽ ഉടനീളം തന്നെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കോർ പോയിന്റ്, എലമെൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് പൊന്മാനെ ഏറ്റവും കൂടുതൽ സവിശേഷമാക്കുന്നത്. പൊന്മാൻ തന്നെയാണ് 2025 മികച്ച ചിത്രങ്ങളിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. രണ്ടാമതായി 2025 എടുത്തു പറയേണ്ട ഒരു സിനിമയുണ്ടെങ്കിൽ അത് ജോർജ് സാറിൻ്റെ തുടരുമായിരിക്കും. എന്തുകൊണ്ട് ബെൻസിൻ്റെ തുടരുമെന്ന് പറയാത്തതെന്ന് വെച്ചാൽ, ബെൻസ് ഇറങ്ങിക്കഴിഞ്ഞ അല്ലെങ്കിൽ ആ ബെൻസ് എന്ന കഥാപാത്രത്തെക്കാൾ കൂടുതൽ ചർച്ചയായത് തുടരുമെന്ന സിനിമയിലെ ജോർജ് സാറിൻ്റെ കഥാപാത്രമാണ്. പക്ഷേ തുടരും ആസ് എ ഹോൾ ജോർജ് സാറിൻ്റെയും ബെൻസും തമ്മിലുള്ള ഒരു റൈവൽറിയേക്കാൾ ഉപരി ഇമോഷൻസ് വളരെയധികം ഹോൾഡ് ഓൺ ചെയ്യുന്ന, ഒരുപക്ഷെ മലയാളത്തിൽ തന്നെ ഇത്രയും താഴെ നിന്ന് വളരെ ഗ്രൗണ്ടഡായി നിന്നുകൊണ്ട് ഇത്രയധികം ഉയരത്തിലേക്ക് പോയൊരു സിനിമ അടുത്ത കാലത്ത് വേറെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് തുടരുമെന്ന സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ശോഭന, മോഹൻലാൽ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി. പ്രകാശ് വർമ്മ എന്ന പുതിയൊരു വില്ലനെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത ഒരു സിനിമയും കൂടിയാണ് തുടരും. തരുൺ മൂർത്തി സംവിധാന കുപ്പായം അണിഞ്ഞ് എം രഞ്ജിത്ത് നിർമ്മിച്ച ചിത്രത്തിലെ ഛായാഗ്രഹണം നിർവഹിച്ചത് ഷാജികുമാറാണ്. ഈ സിനിമ ഒട്ടാകെ തന്നെ റിലീസിന് സമയത്ത് പോലും ഇതിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റിവെച്ചത് കൊണ്ട് തന്നെ പല മോഹൻലാൽ ആരാധകരും വളരെയധികം ദേഷ്യത്തിലും വിമർശനത്തിലും ഒക്കെ തന്നെയായിരുന്നു. പക്ഷേ സിനിമയുടെ റിലീസ് വരെ ആ വിമർശനം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ റിലീസിന് ശേഷം മോഹൻലാൽ ആരാധകർ മാത്രമല്ല, മലയാളി സിനിമാ പ്രേക്ഷകർ തന്നെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന സിനിമയായി തുടരും മാറി. ഒരുപക്ഷെ 2025 മോഹൻലാൽ ആരാധകർക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നൽകിയ ഒരു സിനിമയുണ്ടെങ്കിൽ അത് തുടരുമാണ്. ഒരു തരത്തിലുമുള്ള ഹൈപ്പും ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് വന്ന് അവസാനം മോളിവുഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രോസറായി നേടിയ ചിത്രമാണ് ലോക. 300 കോടിയോളം രൂപ കളക്ഷൻ നേടിയ ലോകയാണ് 2025 മികച്ച ചിത്രങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മറ്റൊരു ചിത്രം. കല്യാണി പ്രിയദർശനെ നായികയാക്കി നസ്ലൻ, ചന്തു സലീം കുമാർ എന്നിവർ അഭിനയിച്ച് ക്യാമിയോ വേഷങ്ങളിൽ ദുൽഖർ സൽമാനും ടൊവിനോ തോമസും ഒക്കെ എത്തിയ ഈ ചിത്രം ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് പിന്നീട് ഒളിഞ്ഞിരിപ്പുണ്ടതായിട്ട് തോന്നിയിട്ടുണ്ട്. തരംഗം എന്ന ചിത്രത്തിന് ശേഷം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം, അതായത് ഏകദേശം 8 വർഷത്തോളമുള്ള ഇടവേളയ്ക്ക് ശേഷം ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത സിനിമയാണ് ലോക. തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ വരണം. ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത മലയാള ചിത്രം എന്ന റെക്കോർഡോടുകൂടി തന്നെയാണ് ഡൊമിനിക് അരുൺ ലോക ചാപ്റ്റർ 1 ചന്ദ്ര അവസാനിപ്പിച്ചത്. ഇനി ചാപ്റ്റർ 2ലേക്ക് കടക്കണം. അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളി പ്രേക്ഷകർ വളരെയധികം കാത്തിരിക്കുന്ന രണ്ടാം ഭാഗമുണ്ടെങ്കിൽ അത് ലോകയാണ്. ലോകയുടെ ചാപ്റ്റർ 2 ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിൻ്റെ റിലീസ് അനൗൺസ്മെൻറ്റ് വീഡിയോ ഒക്കെ തന്നെ അവർ പുറത്ത് വിട്ടുന്നതാണ്. പക്ഷേ എന്നാൽ പോലും ഒരു ഹൈപ്പും ഇല്ലാതെ വന്ന് ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച ലോകയാണ് നമുക്ക് മുൻപന്തിയിൽ വെക്കേണ്ട മറ്റൊരു ചിത്രം. കഥയാണ് പ്രധാനം, നായകൻ ആരായാലും കാര്യമില്ല എന്ന് വിളിച്ചോതുന്ന ബാഹുൽ രമേശ്, രഞ്ജിത്ത് അയ്യത്താൻ കൂട്ടുകെട്ടിലിറങ്ങിയ രണ്ടാമത്തെ സിനിമയാണ് എക്കോ. എക്കോ ഒരുപക്ഷെ വലിയ പേരുകെട്ട നായക നടന്മാരൊന്നും ഇല്ലാതെ വന്ന് സന്ദീപിനെ പ്രധാന വേഷത്തിലെത്തി. നരയൻ, ബിനു പപ്പു, വിനീത് എന്നിവർ മറ്റ് പ്രധാന വേഷങ്ങൾ ചെയ്ത സിനിമയായി എക്കോ മാറി. എക്കോ ഒരുപക്ഷെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് പുതിയൊരു തലത്തിൽ ഒരു ദൃശ്യാനുഭവം സമ്മാനിച്ചൊരു സിനിമയും കൂടിയാണ് എക്കോ. കിഷ്കിന്ധാകാന്ഡം കഴിഞ്ഞ വർഷം റിലീസായപ്പോൾ എങ്ങനെയാണോ അവരുണ്ടാക്കി വെച്ചിരുന്ന ആ ഇമ്പാക്റ്റ്, ഈ രഞ്ജിത്ത് അയ്യത്താൻ എന്ന സംവിധായകനും ബാഹുൽ രമേശ് എന്ന തിരക്കഥാകൃത്തും ചേർന്നൊരുക്കിയ ആ ഇമ്പാക്റ്റ് എക്കോയിൽ 1% പോലും കുറവില്ലാതെ അവർ ഡെലിവർ ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കിടയിൽ ഒരു വലിയ വിശ്വാസ്യത ഇരുവർക്കും നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ബാഹുൽ രമേശ് തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ക്യാമറയും കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത്രയധികം ദൃശ്യമികവോടെ എടുത്തിരിക്കുന്ന സിനിമയ്ക്ക് ഫ്രെയിംസിന് ഇന്നും ആരാധകർ ഏറെയാണ്. അതുകൊണ്ട് തന്നെ എക്കോയും നമ്മുടെ മികച്ച ചിത്രങ്ങളുടെ ലിസ്റ്റിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. അഞ്ചാമതായി എടുത്തു പറയേണ്ടതും എന്നാൽ ഒരുപക്ഷെ മലയാളി പ്രേക്ഷകർക്ക് ഇന്നും ഭയങ്കരമായി ഹോണ്ട് ചെയ്യുന്ന ഒരു സിനിമയുണ്ടെങ്കിൽ അത് കളങ്കാവലാണ്. മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തി വിനായകനും ഒപ്പം അഭിനയിച്ച് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രമായ കളങ്കാവൽ. ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 87 കോടിയോളം രൂപ കളക്ട് ചെയ്ത കളങ്കാവൽ ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. ഒരുപക്ഷെ ഇപ്പോൾ പ്രേക്ഷകരുടെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും,
മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ബോക്സ് ഓഫീസ് കണക്കുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ട് തന്നെ കളങ്കാവൽ മാറുന്നു. വില്ലൻ പരിവേഷത്തിലെത്തിയ മമ്മൂട്ടിയുടെ വേഷത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രകടനത്തെക്കുറിച്ചും സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ വാതോരാതെ സംസാരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ കളങ്കാവൽ സ്വീകരിച്ച പ്രേക്ഷകർ ഇപ്പോൾ OTT വരുമ്പോൾ കൂടുതൽ സ്വീകരിക്കും എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. ഒരുപക്ഷെ മമ്മൂട്ടിയുടെ കരിയറിൽ ഇങ്ങനെ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ ഒരു മികച്ചതായ വ്യത്യസ്തമാർന്ന വേഷം എന്ന് എപ്പോഴും എടുത്തു പറയേണ്ട കാര്യമില്ലെങ്കിൽ പോലും കളങ്കാവൽ ഒരു പുതിയ അനുഭവമാണ് മമ്മൂട്ടി ആരാധകർക്ക് മാത്രമല്ല മലയാളി പ്രേക്ഷകർക്ക് പോലും നൽകിയത്. സിനിമകൾ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് മികച്ച നടൻ എന്നതിനെക്കുറിച്ചും സംസാരിക്കേണ്ടിയിരിക്കുന്നത്. മികച്ച നടൻ 2025 മത്സരിക്കാൻ എത്തുന്നത് ഒട്ടനവധി പേരാണ്. ഒരുപക്ഷെ നമുക്ക് ആദ്യം തുടങ്ങേണ്ടതും പൊന്മാൻ എന്ന സിനിമയിലും അതിലെ ബേസിൽ ജോസഫിന്റെ കഥാപാത്രത്തെക്കുറിച്ചാണ്. PP അജേഷ് എന്നതാണ് ബേസിൽ ചെയ്ത കഥാപാത്രത്തിന്റെ പേര്. ബേസിലിൻ്റെ കഥാപാത്രത്തിൻ്റെ സംഭാഷണങ്ങളും ഒക്കെ തന്നെ ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഒക്കെ തന്നെ വളരെയധികം വൈറലാവുകയും ബേസിലിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് ഇത്രയധികം ചർച്ച ചെയ്ത മറ്റൊരു സിനിമ ഉണ്ടാകില്ല എന്നത് തന്നെ പറയാം. ഒരുപക്ഷെ 2025 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ ബേസിൽ ജോസഫ് അർഹനായിരിക്കണം എന്ന് തന്നെ ഒരു വിഭാഗം ആളുകൾ സംസാരിക്കുകയും ഇപ്പോഴും PP അജേഷ് ആണ് അതിലെ വിജയി എന്ന് പോലും തീരുമാനിച്ചുറപ്പിച്ച ഒരുപാട് പേർ നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. അത്രമാത്രം ആരാധകരുണ്ട് ബേസിൽ ജോസഫ് ചെയ്ത കഥാപാത്രത്തിനും ബേസിലിൻ്റെ അഭിനയ മികവിനും. ഒരുപക്ഷെ ബേസിലിൻ്റെ വേറൊരു ഷെയ്ഡ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ബേസിൽ എന്ന ഹ്യൂമർ നടനാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള വേഷം ചെയ്ത ബേസിൽ ജോസഫിനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആരാധകരും കയ്യടികളോടെ സ്വീകരിക്കുകയും ചെയ്ത കഥാപാത്രം അജേഷിൻ്റെ കയ്യിൽ, അതായത് ബേസിലിൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ലോക എന്ന സിനിമയിൽ അഭിനയിക്കേണ്ടിയിരുന്ന ബേസിൽ ആ വേഷം പോലും വേണ്ട എന്ന് വെച്ച് ചെയ്ത സിനിമയും കൂടിയാണ് പൊന്മാൻ. അത് 100% ശരിയാകുന്ന രീതിയിൽ തന്നെയാണ് ബേസിലിൻ്റെ ഫിലിമോഗ്രഫിയിൽ പൊന്മാൻ സ്ഥാനം പിടിക്കുന്നത്. നമ്മൾ മറ്റൊരു നായകനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ 2025 അദ്ദേഹത്തിൻ്റെ സുവർണ വർഷം എന്ന് തന്നെ വിളിക്കാം. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെട്ടില്ലായിരുന്നെങ്കിൽ 2025 മോഹൻലാൽ എന്നും സന്തോഷത്തോടെ ഓർക്കാൻ കഴിയുന്ന ഒരു ദിവസം തന്നെയാണ്. ചെയ്ത സിനിമകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകൾ, മെഗാ ഹിറ്റുകൾ. അങ്ങനെ നായകനായി എത്തിയ 3 സിനിമകളുമായിട്ടാണ് മോഹൻലാൽ മികച്ച നടൻ 2025 പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. എമ്പുരാൻ, തുടരും, ഹൃദയപൂർവ്വം. ഈ 3 സിനിമകളും വ്യത്യസ്തമായിട്ട് തന്നെയാണ് മോഹൻലാൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. ഒന്ന് വളരെ ഡോണായ ഖുറേഷി അബ്രഹാം എന്ന അധോലോക നായകനായിട്ടാണെങ്കിൽ മറ്റൊന്ന് വളരെ സാധാരണക്കാരനായ ഒരു കുടുംബ പ്രേക്ഷകനായ ബെൻസ് അഥവാ ഷൺമുഖം എന്ന കഥാപാത്രവുമായി മോഹൻലാൽ എത്തുമ്പോൾ ഹൃദയപൂർവ്വത്തിൽ വേറെ ഒരു തരത്തിൽ ഉള്ള കഥാപാത്രവുമായിട്ടാണ് സത്യനന്ദിക്കാട് മോഹൻലാലിനെ പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ 3 തരത്തിൽ വ്യത്യസ്തമായ 3 കഥാപാത്രങ്ങളുമായിട്ടാണ് മോഹൻലാൽ 2025 വരുന്നത്. ഈ 3 സിനിമകളും മലയാളി പ്രേക്ഷകർക്ക് വളരെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന, ബോക്സ് ഓഫീസിൽ അത്രയധികം തിളക്കമാർന്ന വിജയം സൃഷ്ടിച്ച 3 സിനിമകളും കൂടി ആയതുകൊണ്ട് മോഹൻലാൽ 2025 ഈ 3 കഥാപാത്രങ്ങളും വളരെ പ്രിയപ്പെട്ടതായിരിക്കും. പ്രേക്ഷകർക്കും അതേപോലെ തന്നെയാണ്. ലിസ്റ്റിൽ മറ്റൊരു വ്യക്തി മമ്മൂട്ടിയാണ്. 3 സിനിമകളുമായിട്ടാണ് അദ്ദേഹം ഈ വർഷം എത്തിയതെങ്കിൽ പോലും ഏറ്റവും പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് കളങ്കാവൽ തന്നെയാണ്. മറ്റ് 2 സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയമായി മാറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഒന്ന് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്ത സിനിമ. നായകനാക്കി മമ്മൂട്ടിയാണ് എത്തിയത്. ഗോകുൽ സുരേഷാണ് മമ്മൂട്ടിയോടൊപ്പം പ്രധാന വേഷത്തിലെത്തിയത്. അത്യാവശ്യം നല്ല സ്റ്റോറി ലൈനും ഒക്കെ തന്നെയായിരുന്നു. പക്ഷേ തിയേറ്ററുകളിൽ ഈ സിനിമ വലിയൊരു വിജയം ആർജിക്കാൻ സാധിച്ചില്ല. 10 മാസങ്ങൾക്ക് ശേഷമാണ് സിനിമ OTT പോലും വന്നത്. ZEE5 എന്ന OTT പ്ലാറ്റ്ഫോമിലേക്കാണ് ഡൊമിനിക് വന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ ബസൂക്കയായിരുന്നു. ഡിനോ ഡെന്നിസിൻ്റെ സംവിധാനം. അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ്. മമ്മൂട്ടി നായകനായി എത്തിയത്. ഒരു ഗെയിമിംഗ് പശ്ചാത്തലത്തിൽ വന്ന സിനിമയാണ്. പക്ഷേ തിയേറ്ററുകളിൽ ഒരു തരത്തിലും വിജയിക്കാൻ ബസൂക്കയ്ക്ക് സാധിച്ചിട്ടില്ല. മമ്മൂട്ടിയുടെ അഭിമാനം ഉയർത്തി, അല്ലെങ്കിൽ ഒരുപക്ഷെ മമ്മൂട്ടിക്ക് കുറച്ചധികം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു വർഷമായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് കളങ്കാവൽ തന്നെയാണ്. ജിതിൻ K. ജോസ് എന്ന നവാഗത സംവിധായകനാണ് മമ്മൂട്ടിയെ നായകനാക്കിക്കൊണ്ട്, ഒരുപക്ഷെ വില്ലനാക്കിക്കൊണ്ട് വേണമെങ്കിൽ തന്നെ പറയാം, കളങ്കാവൽ എന്ന സിനിമയുമായി എത്തിയത്. അത് തന്നെയാണ് മമ്മൂട്ടിയുടെ ഒരു പെർഫോമൻസിൽ സ്റ്റാൻഡ് ഔട്ടായിട്ട് നിൽക്കുകയും ചെയ്യുന്നത്. വളരെ ടഫ് കോമ്പറ്റീഷൻ ഈ 3 നായകന്മാർക്കിടയിൽ വരുമ്പോഴാണ് നമ്മൾ 4ാമത്തെ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്നത്. ആ വ്യക്തിയുടെ പേരാണ് സന്ദീപ് പ്രദീപ്. സന്ദീപും ഇത്തവണ എത്തുന്നത് 3 സിനിമകളുടെ ബലത്തോടുകൂടി തന്നെയാണ്. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായി സന്ദീപിൻ്റെ അഭിനയ മികവ് എറിച്ചു കാട്ടിയതും ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുകയും ചെയ്ത സിനിമ എക്കോ ആണ്. എക്കോ തന്നെയാണ് സന്ദീപിനെ മുൻപന്തിയിൽ നിർത്തുന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. മറ്റൊരു പടം എക്കോയുടെ തോളോട് തോൾ ചേർന്ന് നിർത്താൻ കഴിയുന്ന, എന്നാൽ എക്കോയുമായിട്ട് കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ഷെയ്ഡ്സ് ഉള്ള ഒരു കഥാപാത്രവുമായിട്ട് വന്നത് പടക്കളം എന്ന സിനിമയാണ്. ഷറഫുദ്ദീനും സുരാജുമായിരിക്കും ഈ സിനിമയെ കൊണ്ടുപോവുക എന്ന പോസ്റ്റേഴ്സിൽ നിന്നും റിലീസിന് മുന്നെയൊക്കെ ആളുകളുടെ തെറ്റിദ്ധാരണ നിന്ന് ഒറ്റയടിക്ക് മാറ്റിയതാണ് സന്ദീപ്. ആ സിനിമയിൽ സന്ദീപിൻ്റെ പ്രകടനം ഏറ്റവും കൂടുതൽ, പടക്കളം സിനിമ റിലീസായതിനു ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും സന്ദീപാണ്. ഒരുപക്ഷെ ഇപ്പോഴും സന്ദീപ് അറിയപ്പെടുന്നത് പടക്കളം സന്ദീപ് എന്നാണ്. സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ് സന്ദീപിനെ സ്നേഹത്തോടെ പ്രേക്ഷകർ വിളിക്കുന്നത്. ആ പടക്കളം അത്രമാത്രം സന്ദീപിൻ്റെ പേരിനോട് ഇഴകിച്ചേർന്നു ആ സിനിമയുടെ റിലീസിന് ശേഷം. സന്ദീപിൻ്റെ പ്രകടനം ഏറ്റവും മികച്ച രീതിയിൽ ആളുകൾ സംസാരിക്കുകയും ചർച്ചയും കൂടെ ചെയ്ത ഒരു സിനിമയായിരുന്നു പടക്കളം. അതാണ് സന്ദീപ് വരുന്ന 2ാമത്തെ ചിത്രം. 3ാമത്തെ ചിത്രം ആലപ്പുഴ ജിംഖാനയാണ്. ജിംഖാനയിൽ സന്ദീപ് ഏറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ട വേഷം നസ്ലിൻ്റെ കയ്യിലാണെങ്കിൽ പോലും സന്ദീപിൻ്റെ കഥാപാത്രവും സന്ദീപിൻ്റെ ഹ്യൂമർ ടൈമിങ്ങും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതാണ്. അതാണ് മികച്ച നടൻ്റെ പട്ടികയിൽ നമ്മൾ 4 പേരുകൾ സംസാരിക്കുന്നത്. ഒന്ന് ബേസിൽ ജോസഫ്, മറ്റൊന്ന് മോഹൻലാൽ, മറ്റൊന്ന് മമ്മൂട്ടി, നാലാമത് സന്ദീപ് പ്രദീപ്. സ്വാഭാവികമായും മികച്ച നടന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ മികച്ച നായികമാരെയും കുറിച്ച് സംസാരിക്കേണ്ട ഒരു വർഷവും കൂടിയാണ് 2025 എന്ന് തോന്നുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നത് അനശ്വര രാജനെ കുറിച്ചാണ്. അനശ്വര രാജൻ രേഖാചിത്രം എന്ന സിനിമയിലൂടെ നൽകിയ പ്രകടനം ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തതും, രേഖാചിത്രത്തിൽ എന്ന സിനിമയ്ക്ക് റിലീസിന് ശേഷം രേഖ എന്ന കഥാപാത്രത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച ആളുകളുമാണ് നമ്മളെല്ലാവരും. ജോഫിൻ ടി ചാക്കോവിൻ്റെ സംവിധാനത്തിൽ ആസിഫ് അലിയും അനശ്വര രാജനുമാണ് പ്രധാന വേഷത്തിൽ ഈ സിനിമയിൽ എത്തിയത്. അനശ്വരയുടെ കഥാപാത്രം അത്രയധികം സംസാരിക്കപ്പെട്ടതാണ്. അനശ്വരയുടെ വേറൊരു ഷെയ്ഡിലുള്ള കഥാപാത്രം കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് റെട്രോ കാലഘട്ടത്തിൽ അനശ്വര ആ കഥാപാത്രത്തിനോട് 100% നീതി പുലർത്തുന്ന രീതിയിലേക്ക് സിനിമാ മേഖലയിൽ ഒട്ടാകെ തന്നെ മാറ്റി. അനശ്വരയുടെ കഥാപാത്രം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വർഷവും കൂടിയാണ് 2025. ഒരു പക്ഷേ നേരെന്ന സിനിമയ്ക്ക് ശേഷം അനശ്വരയുടെ കഥാപാത്രം ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെട്ട ഒരു സിനിമയും കൂടിയായിട്ട് രേഖാചിത്രം മാറുകയാണ്. രണ്ടാമത്തെ നായികയായി നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റർ എന്ന് നിൽക്കുന്നത് ലിജോ മോൾ ജോസ് തന്നെയാണ്. പൊന്മാൻ എന്ന സിനിമ തന്നെയാണ് നമ്മൾ വീണ്ടും സംസാരിക്കുന്നത്. ലിജോ മോളുടെ പ്രകടനം അത്രമാത്രം സംസാരിക്കപ്പെട്ട ഒരു പ്രകടനം തന്നെയാണ്. 1% പോലും അതിൽ ഡൗട്ടില്ല. അത്രയും വളരെ സട്ടിലായിട്ട് പോലും വളരെ ഇമോഷണൽ രംഗങ്ങൾ പ്രേക്ഷകരിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ, പ്രേക്ഷകരെ വല്ലാതെ ഹുക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ലിജോ മോൾ പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ വില്ലത്തിയായിരിക്കുമെന്ന് തോന്നിപ്പിച്ച ലിജോ മോൾ പിന്നീട് വളരെ പെട്ടെന്നാണ് നമ്മുടെ നായികയെ നമ്മുടെ മനസ്സിലേക്ക് ഇഴുകിച്ചേർന്നത്. അങ്ങനെ ഒരു ഗ്രാഫ് തന്നെ ലിജോ മോളിന് കൊടുത്ത ഒരു കഥാപാത്രവും ഒരു സിനിമയും കൂടിയായിരുന്നു പൊന്മാൻ. ലിജോ മോൾ തന്നെയാണ് നമ്മൾ 2025 മികച്ച നായികയുടെ പട്ടികയിൽ വയ്ക്കുന്ന രണ്ടാമത്തെ വ്യക്തി. മൂന്നാമത്തെ വ്യക്തി നമ്മൾ സംസാരിക്കുന്നത് റാണിയാണ്. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിൽ നിന്നാണ്. ഒരുപക്ഷെ റാണിയുടെ പ്രകടനത്തിൽ 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ട് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാം. ഒരു വിഭാഗം പ്രേക്ഷകർ പറയുന്നത് വളരെ എക്സെൻട്രിക് ആയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ഒരു കഥാപാത്രം. മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് വളരെ ഒരു തിൻ ലൈനാണ്. റാണിയെ ചെയ്തത് വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള കഥാപാത്രമാണ്, വല്ലാതെ ഹൈപ്പർ ആക്റ്റീവ് ആവുന്ന ഒരു കഥാപാത്രമാണ്. ആ ലൈൻ ഒന്ന് ചെറുതായിട്ട് മാറിപ്പോയാൽ ആ സിനിമയ്ക്ക് തന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിക്കാമായിരുന്നു. ഒരുപക്ഷെ പ്രിൻസ് ആൻഡ് ഫാമിലി പ്രേക്ഷകർ സ്വീകരിച്ച ഒരു സിനിമയാണ്, കുറച്ചധികം ദിവസങ്ങൾ ഓടിയ ഒരു സിനിമയാണ്. അതിൽ റാണി വഹിച്ച പങ്ക് ചെറുതല്ല, കാരണം റാണിയുടെ കയ്യിലാണ് ആ സിനിമ. അത് കുറച്ചധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയും ആ സിനിമ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റുകൾ റാണിക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ സിനിമയിൽ അഭിനയിച്ച റാണിയെ നമ്മൾ മികച്ച നായികയുടെ പട്ടികയിൽ പെടുത്തുന്നത്. നാലാമത്, എന്നാൽ ഒട്ടും കുറവല്ലാത്ത രീതിയിൽ നമുക്ക് സംസാരിക്കാനുള്ളത് കല്യാണി പ്രിയദർശനെ കുറിച്ചാണ്. കല്യാണി പ്രിയദർശൻ ഫ്രം ദ മൂവി ലോക ഒരുപക്ഷെ 300 കോടിയും കടന്ന് മുന്നോട്ട് പോകുന്നതിനേക്കാൾ ഉപരി കല്യാണിയുടെ സട്ടലായിട്ടുള്ള എക്സ്പ്രഷൻസ് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്നതാണ്. കല്യാണി അതിനകത്ത് പല ഷെയ്ഡ്സും കൊണ്ടുവരുന്നുണ്ട്. കല്യാണിയുടെ ചിരി ആയിക്കോട്ടെ, കല്യാണി ദേഷ്യപ്പെടുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ കല്യാണിയുടേതായ പല ഇമോഷൻസും കല്യാണി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് പരിചിതം പോലും അല്ലാത്ത രീതിയിൽ ഒരു ഗോസ്റ്റായിട്ട് ബിഹേവ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരു ഗോസ്റ്റ് എങ്ങനെയായിരിക്കാം, എങ്ങനെ ആയിരിക്കില്ല എന്നുള്ള ഒരു തരത്തിലുമുള്ള നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കിൽ പ്രേക്ഷകരെ നിർത്തുന്ന തരത്തിലായിരുന്നു കല്യാണിയുടെ പെർഫോമൻസ് ഉടനീളം പൊയ്ക്കൊണ്ടിരുന്നത്. അത് മേക്സ് ഇറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ളത് തന്നെയാണ് ഒരു വിലയിരുത്തൽ. അപ്പോൾ നമ്മൾ ഈ കണ്ടന്റേഴ്സാണ് മികച്ച നായികയുടെ പട്ടികയിൽ കൊണ്ടുവരുന്നത്. ഇനി സംസാരിക്കാനുള്ളത് മികച്ച ഗാനങ്ങൾ അല്ലെങ്കിൽ മികച്ച പാട്ടുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ അതിന് ഒരുമിച്ച് പട്ടികയിൽപ്പെടുത്തുന്നത് മികച്ച മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിലാണ്. നമ്മൾ ആദ്യം സംസാരിക്കുന്നത് ഈ വർഷം 2025 തലവര തന്നെ മാറ്റിയ, ഒരുപക്ഷെ 2026-ലും 2027-ലും ഒക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ വളരെ അക്ഷമരായി ഉറ്റുനോക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറിനെ കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ ആൽബംസിനെ കുറിച്ചാണ്. ആൻഡ് ദാറ്റ് ഇസ് നൺ അതർ ദാൻ ജേക്സ് ബിജോയുടെ 2 സിനിമകളാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഒന്ന് ലോക, ഒന്ന് തുടരും. ലോകയിലെ BGM ഒക്കെ, പ്രത്യേകിച്ച് ദുൽഖറിൻ്റെ ആ BGM ഒക്കെ ഇങ്ങനെ വീണ്ടും ലൂപ്പടിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും ഉണ്ടാവും അല്ലേ. ആൻഡ് ലോകയിൽ ജേക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് പെട്ടപ്പൻ സാധനമാണ്. നമ്മൾ ഇപ്പോഴും അതിൻ്റെ ആൽബംസ് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേട്ട് നോക്കിയാൽ ആടികൂടി സാധനങ്ങളാണ്. ഈ ഐറ്റങ്ങളൊക്കെ ജേക്സ് ബിജോയ് തന്നിട്ടുണ്ട്. അങ്ങനെ സ്പോട്ടിഫൈയിലൊക്കെ ഏറ്റവും കൂടുതൽ പ്ലേ ചെയ്തേക്കുന്ന സാധനങ്ങളിൽ ഒന്ന് ജേക്സ് ബിജോയുടെ ആ ഒരു ആൽബമാണ്. അതായത് പാട്ടുകൾ മാത്രമല്ല, BGMs ഉൾപ്പെടെ ജേക്സിൻ്റെ നല്ല കിടിലം വർക്കാണ് ലോകയിലുള്ളതെന്ന് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജേക്സിൻ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു. അത് ലോകയിൽ മാത്രമല്ല, നമ്മൾ സംസാരിക്കുന്നത് തുടരും എന്ന സിനിമയെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് കാടേറും കൊമ്പ് എന്ന പാട്ടായാലും, അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള കൺമണിപ്പൂവേ എന്ന പാട്ടായാലും, അങ്ങനെ
ജെക്സിൻ്റെതായി നമ്മൾ പറയുന്ന മാസ് ബീജിയംസ് മാത്രമല്ല, വളരെ എന്താ പറയുക, ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വളരെ ഫീൽ ഗുഡ് പാട്ടുകൾ എല്ലാം ഉണ്ട്. എല്ലാം നിറഞ്ഞ ഒരു ആൽബമാണ്. അങ്ങനെ വേഴ്സിറ്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് ജെക്സൺ നമ്മൾ ഏറ്റവും മുൻപന്തിയിൽ വെക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ വ്യക്തി രാജേഷ് മുരുകേശൻ ഫ്രം പടക്കളം. പടക്കളം കണ്ടവർക്കൊക്കെ തന്നെ ആ സിനിമ ഹോണ്ട് ചെയ്യുന്നതിനേക്കാളും ഉപരി ആ സിനിമയുടെ പാട്ടുകൾ, BGMകൾ ഭയങ്കരമായി ഹിറ്റായതാണ്. പ്രത്യേകിച്ച് പടക്കളത്തിലെ വിസിൽ ബിഗില് പാട്ടൊക്കെ ഭയങ്കരമായി കോളേജ് പിള്ളേരൊക്കെ ആർത്തുല്ലസിച്ച പാട്ടാണ്. അതിൻ്റെ BGMs ഭയങ്കര രസമാണ്. അതുകൊണ്ട് തന്നെയാണ് രാജേഷ് മുരുകേശൻ ലിസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ നിൽക്കുന്നത്. മൂന്നാമത് നമുക്ക് സംസാരിക്കാനുള്ളത് വിഷ്ണു വിജയനെയാണ്. വിഷ്ണു വിജയ് ഫ്രം ആലപ്പുഴ ജിംഖാനയുടെ BGMും വർക്കുകളും ഒക്കെ ഭയങ്കര രസമായിട്ട് തോന്നി, പാട്ടുകളും ഭയങ്കര രസമായിട്ട് തോന്നിയതുകൊണ്ടാണ് വിഷ്ണു വിജയനെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. 2025 4 സിനിമകളുമായി എത്തിയ മുജീബ് മജീദാണ് മ്യൂസിക് ഡയറക്ടേഴ്സിൽ നമുക്ക് പ്രധാനപ്പെട്ട പട്ടികയിൽ വെക്കേണ്ട മറ്റൊരു പേര്. രേഖാചിത്രമുണ്ട്, എക്കോ ഉണ്ട്, ധീരമുണ്ട്, കളങ്കാവലുണ്ട്. ഈ 4 സിനിമകളുമായിട്ടാണ് മുജീബ് മജീദ് 2025 എത്തിയത്. രേഖാചിത്രം ഒരു തരത്തിലുള്ള മ്യൂസിക് ആണെങ്കിൽ എക്കോ വേറെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കളങ്കാവൽ അതിലും ഡിഫറെൻ്റ് ആണ്, ഡെഡ്ലി ആണ്. അങ്ങനെ എല്ലാ തരത്തിലും പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ ഈ സിനിമയിൽ ഒട്ടാകെ തന്നെ മുജീബ് മജീദിൻ്റെ വർക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയതും ഈ സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന തരത്തിലേക്കും മുജീബ് മജീദ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മ്യൂസിക് ഡയറക്ടറിൻ്റെ പട്ടികയിൽ അവസാനത്തെ സ്ഥാനത്താണ് നമ്മൾ മുജീബിനെ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ പോലും ഏറ്റവും ടോപ്പിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് കണ്ടക്ടറായിട്ട് നിൽക്കുന്നതും മുജീബ് മജീദ് തന്നെയാണ്. നമ്മൾ ഇനി സംസാരിക്കുന്നത് ബോക്സ് ഓഫീസിൽ വലിയ വിജയമൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും പിന്നീട് പ്രേക്ഷകർ ഭയങ്കരമായി സ്വീകരിക്കുകയും ഈ സിനിമ എന്തുകൊണ്ട് തിയേറ്ററിൽ പരാജയമായി എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ചിലരെ കണ്ടു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സിനിമകളെക്കുറിച്ച് സംസാരിക്കുന്നത്. ആ ലിസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയായിട്ട് എനിക്ക് സംസാരിക്കാനുള്ളത് പടക്കളം തന്നെയാണ്. മനു സ്വരാജ് സംവിധാനം ചെയ്ത് ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി സന്ദീപ് ഉൾപ്പെടെയുള്ളവർ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള റോളുകൾ കൈകാര്യം ചെയ്ത സിനിമയാണ് പടക്കളം. തിയേറ്ററിൽ എനിക്കൊരു ലാഫ് റയോട്ട് തന്ന സിനിമയാണ്. പക്ഷേ ഇത് വേണ്ട രീതിയിൽ തിയേറ്ററിൽ ഹിറ്റായെന്ന് ചോദിച്ചാൽ ഇല്ല. അത് ഷറഫുദ്ദീൻ തന്നെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പടക്കളം ഹിറ്റായി, പക്ഷേ കുറച്ചുകൂടെ ഹിറ്റാവണമായിരുന്നു എന്ന് ഷറഫുദ്ദീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അഭിപ്രായം എനിക്കുണ്ട്. കാരണം പടക്കളം വേറൊരു തരത്തിലുള്ള സിനിമയായിരുന്നു, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സ്ക്രിപ്റ്റായിരുന്നു. ഷറഫിൻ്റെയും സുരാജിൻ്റെയും സന്ദീപിൻ്റെയും ഒക്കെ 3 വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിരുന്നു. അതായത് ഇവരുടെ ഷെയ്ഡുകൾ തമ്മിൽ മാറുന്നതും ഭയങ്കരമായി പൊട്ടിച്ചിരിക്കാൻ കഴിയുന്ന കുറേ ഹ്യൂമർ മൂമെൻറ്റ്സും ഒക്കെ തന്ന തിയേറ്ററുകളിൽ ഒരു ലാഫ് റയോട്ട് തന്നൊരു സിനിമയായിരുന്നു പടക്കളം. പക്ഷേ തിയേറ്ററിൽ എന്തോ ഇതൊരു വലിയ വിജയമായില്ല. അപ്പോൾ അന്നോട് തുടങ്ങിയ സംശയമാണ് എന്തുകൊണ്ട് ഈ സിനിമ അത്രയധികം വിജയമായില്ല എന്നുള്ളത്. കാരണം ഞാൻ 2 വട്ടം തിയേറ്ററിൽ പോയി കണ്ടതാണ്, കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതെന്തോ വലിയ വിജയമായില്ല എന്നുള്ളത് കൂടി പറയാം. അതുകൊണ്ട് പടക്കളം തന്നെയാണ് നമ്മുടെ ഈ എന്താ നമ്മൾ പറയുക, അണ്ടർ റേറ്റഡ് എന്ന് പറയുന്ന പട്ടികയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. രണ്ടാമത് അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നിയ ഒരു സിനിമ എന്ന് പറയുന്നത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ആണ്. ഗൗതം മേനോൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തി, ഗോകുൽ സുരേഷ് കൂടെ കട്ടയ്ക്ക് മമ്മൂട്ടിക്കൊപ്പം നിന്നൊരു സിനിമയും കൂടിയാണ്. അത്യാവശ്യം നല്ല ഹ്യൂമർ മൂമെൻറ്റ്സ് ഒക്കെ തന്ന് ഈ സിനിമയുടെ പോക്ക് രസമുണ്ട്. പക്ഷേ ക്ലൈമാക്സ് കൊണ്ട് കല ഉടച്ചോ എന്നുള്ള രീതിയിലൊക്കെ തോന്നിപ്പോയി. പക്ഷേ എന്നാൽ പോലും ഇത് കുറച്ചുകൂടെ വിജയം തിയേറ്ററിൽ കിട്ടിയില്ലേ കൂടായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയ ഒരു സിനിമയും കൂടിയായിരുന്നു ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഗൗതം മേനോൻ്റെ ആദ്യത്തെ മലയാള സിനിമയും കൂടിയാണ്. പക്ഷേ എന്തോ ഈ സിനിമയ്ക്ക് കുറച്ചുകൂടെ ഒന്ന് വിജയിക്കാമായിരുന്നു തോന്നി. ഏകദേശം 10 മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് OTT പോലും സെല്ലാവുന്നത്. അപ്പം ഈ സിനിമ ഇപ്പം പ്രേക്ഷകർ കുറച്ച് പേരിലേക്ക് എത്തുന്നുണ്ട്. ഈ സിനിമ എന്തുകൊണ്ട് തിയേറ്ററിൽ വിജയമായില്ല എന്നൊക്കെ ചോദിക്കുന്ന ഇപ്പോൾ കുറച്ച് പേരെ കാണുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇതൊരു അണ്ടർ റേറ്റഡ് സിനിമയിൽ പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയാണ്. മൂന്നാമത് നമുക്ക് സംസാരിക്കാൻ ഉള്ള ഒരു സിനിമ അൽത്താഫ് സലീമിൻ്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശൻ എന്നിവർ പ്രധാന വേഷങ്ങളെത്തി ധ്യാനയ്ക്ക് ഒരു സൈഡിലൂടെ ക്യാമിയോ ഒക്കെ നടത്തിയ ഒരു സിനിമയായ ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയെക്കുറിച്ചാണ്. ഓടും കുതിര ചാടും കുതിര തിയേറ്ററിൽ എനിക്ക് കണ്ടപ്പോൾ ഒട്ടും വർക്കാവാത്തൊരു സിനിമയാണ്. പക്ഷേ പിന്നീട് ഈ കണ്ടപ്പോൾ എന്തോ രസം തോന്നി, എന്തോ ഒരു ഇഷ്ടം തോന്നി. എനിക്കും ആ സിനിമ തിയേറ്ററിൽ വാച്ചിൽ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഞാൻ ഈ സിനിമയെ പെടുത്തുന്നത്. സുരേഷ് കൃഷ്ണയും ലാലും തമ്മിലുള്ള കോമ്പിനേഷൻ, ലാല് പെട്ടപ്പിച്ച ഒരു സിനിമയാണ്. ലാലിന് അഴിഞ്ഞാടാൻ വേണ്ടി അൽത്താഫ് സലീം ഇട്ടിട്ടുണ്ട്. ലാലിൻ്റെ ടീഷർട്ട്സൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. പക്ഷേ ഫഹദിൻ്റെ ഹ്യൂമർ ടൈമിംഗ് ഒന്നും ചെറുതായിട്ട് വർക്കാവുന്നില്ല, പാളിപ്പോയെന്നൊക്കെ ഉള്ള സംശയമൊക്കെ ഉണ്ട്. ഇത് വേറെ രീതിയിൽ കാണേണ്ട ഒരു സിനിമയാണെന്ന് ആദ്യം തന്നെ ഈ സിനിമയുടെ അണിയർ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ രീതി അങ്ങോട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് ഇതിൻ്റെ റീൽസും അതിൻ്റെ ഹ്യൂമറൊക്കെ കാണുമ്പോഴേക്കും ഭയങ്കര രസമുണ്ട്. ആ രസം ത്രൂ ഔട്ട് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എവിടേക്കോ ഇതിൻ്റെ റൂട്ട് ട്രാക്കൊക്കെ മാറിപ്പോകുന്നത് പോലെ തോന്നിയത് കൊണ്ടാണ് ഈ സിനിമ തിയേറ്ററിൽ വിജയിക്കേണ്ടതായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയും ഒരു അണ്ടർ റേറ്റഡ് സിനിമയുടെ പട്ടികയിലേക്ക് നമ്മൾ പെടുത്തുന്നതും. നാലാമത് ഈ സിനിമയിൽ നമുക്ക് സംസാരിക്കാനുള്ളത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസനാണ് പ്രധാന വേഷത്തിലെത്തിയത്. ഒരുപക്ഷെ ധ്യാനിനെ 2.0 വെർഷനിലൊക്കെ ഈ സിനിമ കാണിക്കും എന്നൊക്കെ പറഞ്ഞതാണ്. ഈ സിനിമ തിയേറ്ററിൽ വലിയ വിജയമായിരുന്നില്ല. ഇറ്റ് വാസ് ആൻ ആവറേജ് ഹിറ്റ്, അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ഹിറ്റായിരുന്നു ഈ സിനിമ. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ പാനലിൽ സോഫിയ പോളായിരുന്നു ഈ സിനിമ നിർമ്മിച്ചത്. അപ്പോൾ ഈ സിനിമയെ പറ്റിയും 2 അഭിപ്രായങ്ങൾ ഇതുപോലെയുണ്ട്. ഈ സിനിമ വിജയിക്കേണ്ടതായിരുന്നോ അല്ലായിരുന്നോ എന്നൊക്കെയുണ്ട്. പക്ഷേ എന്നാൽ പോലും
ഒരു അണ്ടർ റേറ്റഡ് ആണ്, തിയേറ്ററിൽ കുറച്ചുകൂടെ ഒന്ന് വിജയിക്കണമായിരുന്നു എന്ന് തോന്നിപ്പോയ ഒരു സിനിമയും കൂടിയായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. നല്ലൊരു സ്റ്റോറി ലൈനും പ്ലോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും ആ വില്ലൻ എന്നൊക്കെ പറയുന്ന ക്യാരക്ടറിനെ കൊണ്ടുവന്നത് എന്തോ അങ്ങോട്ട് വർക്കായില്ല എന്നുള്ളതായിരുന്നു പ്രേക്ഷകരുടെ അഭിപ്രായം. അതുകൊണ്ടാണ് ഈ സിനിമ വലിയൊരു വിജയം ആവാതെ പോയത് എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ വാസ് ഇറ്റ് അണ്ടർ റേറ്റഡ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ 4 സിനിമകളാണ് നമ്മൾ അണ്ടർ റേറ്റഡ് ലിസ്റ്റിൽ കൊണ്ടുവരുന്നത്. ബെസ്റ്റ് അതർ ലാംഗ്വേജ് മൂവി, മലയാള സിനിമയെക്കുറിച്ചാണല്ലോ നമ്മൾ ഇത്രയും സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെയും ഭാഷകളിലെയും ഉള്ള സിനിമകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടു വരാം. അതിനകത്ത് ഏറ്റവും ടോപ്പിൽ ഞാൻ വയ്ക്കാൻ പോകുന്നൊരു സിനിമ ആദിത്യധർ സംവിധാനം ചെയ്ത് രൺവീർ സിംഗിനെ നായകനാക്കി, അക്ഷയ് ഖന്ന വില്ലൻ വേഷത്തിലെത്തി, സാറ അർജുൻ നായികയായി എത്തി, സഞ്ജയ് ദത്ത് ഒരു നല്ല കിടിലൻ വേഷത്തിലൊക്കെ എത്തിയ ദുരന്തർ എന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അർജുൻ റാംപാലും മാധവനും ഒക്കെ ഈ സിനിമയിലുണ്ട്. ഡിസംബർ 5-ാം തീയതിയാണ് ഈ സിനിമ റിലീസിനെത്തിയത്. പക്ഷേ ഇപ്പോൾ നോക്കിക്കേ ബോക്സ് ഓഫീസിൽ ഏകദേശം 1100 കോടി രൂപയും കളക്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിമ. ഇന്നും തിയേറ്ററിൽ ഡേ 25-ന് പോലും ആളുകൾ അത്രയധികം ഇടിച്ചു കയറുന്ന സിനിമ. പേഴ്സണലി തിയേറ്ററിൽ നല്ലോണം വർക്കായ സിനിമ. 3 മണിക്കൂർ 30 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. അതുകൊണ്ട് തന്നെയാണ് മികച്ച സിനിമയുടെ പട്ടികയിൽ ഏറ്റവും മുൻപന്തിയിൽ ദുരന്തർ കൊണ്ടുവയ്ക്കുന്നത്. ഒരുപക്ഷെ ഡിസംബർ മാസം വരെയൊക്കെ നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ പോലും ഡിസംബറിലൊക്കെ ഏത് പടം വരാനാണെന്ന് ചിന്തിച്ചവരുടെ മുന്നിലേക്കാണ് ദുരന്തർ വരുന്നത്. ഇത്രയും വലിയൊരു കൊടുങ്കാറ്റ് നാഷണൽ ഒട്ടാകെ തന്നെയും ദേശീയ രീതിയിൽ മാത്രമല്ല പുറത്തും ഒക്കെ ഉണ്ടാക്കാൻ പറ്റി. ദുരന്തറിൻ്റെ 2ാം ഭാഗത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അത് ഏകദേശം മാർച്ച് അവസാനമാകുമ്പോൾ അടുത്ത വർഷം വരും, 3 മാസം കൂടെ കഴിഞ്ഞാൽ വരും. ആ ഒരു കാത്തിരിപ്പിൽ നല്ലോണം നിൽക്കുകയാണ്. 3 മണിക്കൂർ 30 മിനിറ്റ് ശാരവേഗത്തിലാണ് പോയത്. ദുരന്തർ വിൽ ബി മൈ ടോപ്പ് ഫിലിം, വൺ ഓഫ് ദ ടോപ്പ് ഫിലിംസ് ഈ വർഷം മറ്റ് ഭാഷകളിൽ നിന്ന് എന്ന് പറയാം. രണ്ടാമത് എനിക്ക് സംസാരിക്കാനുള്ളത് അഭിഷൻ ജീവൻ എന്ന പുതുമുഖ സംവിധായകൻ്റെ കഴിവിൽ ശശികുമാറും സിമ്രനും പ്രധാന വേഷത്തിലെത്തിയ ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമയെക്കുറിച്ചാണ്. വളരെ ലൈറ്റായിട്ടുള്ള എന്നാൽ ഓരോ സീനിലും ട്വിസ്റ്റുകളുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അതായത് ക്ലീഷേ ബ്രേക്കിംഗ് നിറഞ്ഞ ഒരു സിനിമയായിട്ടാണ് ടൂറിസ്റ്റ് ഫാമിലി ഫീൽ ചെയ്തത്. എന്നാൽ വളരെ ലൈറ്റായിട്ടാണ്, ഭയങ്കര ഫീൽ ഗുഡ് ഫിലിമാണ്. ഒരുപക്ഷെ തമിഴ് സിനിമയിൽ ആ ഒരു സമയത്തുണ്ടായിരുന്ന ആ ഒരു സ്റ്റേച്ചർ പൊളിച്ചടിക്കൊരു സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി. അതുകൊണ്ട് കൂടിയാണ് ഇത് കുറച്ചുകൂടെ ഫേവറേറ്റ് ആവുന്നത്. ടൂറിസ്റ്റ് ഫാമിലി വരുന്ന സമയത്ത് ഒരു ഹൈപ്പ്, എന്ത് ഹൈപ്പ്, ശശികുമാറിൻ്റെ പടത്തിനൊക്കെ എന്ത് ഹൈപ്പ്, ഒരു ഹൈപ്പും ഇല്ലാതെ സിനിമയിലേക്ക് തിയേറ്ററിലേക്ക് വന്ന സിനിമ പിന്നീട് കൊട്ടുങ്കാറ്റായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ആ സമയത്ത് നിങ്ങൾ ടൂറിസ്റ്റ് ഫാമിലി തിയേറ്റർ കണ്ടില്ലേ എന്ന് പറയുമ്പോൾ എന്തോ ഒരു നാണക്കേട് പോലെ തോന്നിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ടൂറിസ്റ്റ് ഫാമിലി തിയേറ്ററിൽ കാണാത്തതെന്നോ നാണക്കേട് പോലെ തോന്നിക്കുന്ന രീതിയിലേക്ക് ആ പുതുമുഖ സംവിധായകനായ അഭിഷൻ വന്നു. അഭിഷൻ്റെ പ്രകടനവും അതിനകത്ത് എടുത്തു പറയേണ്ടതാണ്. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. കുറച്ച് പേരേ ഉള്ളൂ, പക്ഷേ പൊളിയാണ്. അഭിഷൻ ഈ അടുത്ത സിനിമ ചെയ്യാൻ പോകുന്ന അനശ്വര രാജനുമായിട്ടാണ്. അവരുടെ ഒരു പടം വരുന്നുണ്ട്. ഹ്യൂജ് ഹോപ്സ് ഓൺ ദാറ്റ് ചെറുപ്പക്കാരൻ. ഭയങ്കര രസമായിട്ട് തന്നെ പുള്ളി തുടർന്നുള്ള സിനിമകളിലേക്ക് ഉണ്ടാകും. വലിയ താരങ്ങളുമായിട്ട് വരും എന്നുള്ളതാണ് വിശ്വാസം. അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രദീപ് രംഗനാഥനെ കുറിച്ചാണ്. പ്രദീപ് രംഗനാഥൻ ഒരു പക്ഷേ നിങ്ങൾക്ക് പലർക്കും എൻ്റെ ഈ സിനിമാ ലിസ്റ്റിനോടൊരു എതിർപ്പുണ്ടായിരിക്കും. ബട്ട് നെവർ മൈൻഡ്. മറ്റൊരു ഭാഷയിൽ എനിക്ക് കുറച്ചുകൂടെ തമിഴിൽ കുറച്ചുകൂടെ വർക്കായൊരു സിനിമ എന്നുള്ള രീതിയിലാണ് പ്രദീപിൻ്റെ 2 പടങ്ങളും ഞാൻ വെക്കുകയാണ്. ഒന്ന് ഡ്രാഗൺ, ഒന്ന് ഡ്യൂഡ്. ഈ 2 സിനിമകളും ഞാൻ പ്ലേസ് ചെയ്യാണ്. അതെല്ലാം കൂടെ പ്രദീപ് എന്ന ഒറ്റ കുടക്കീഴിൽ ഞാൻ വെക്കുന്നതേ ഉള്ളൂ. പ്രദീപ് ഒരു പക്ഷേ അത് മാജിക്കാണ്. 3 സിനിമകളും 100 കോടി അടിച്ചു. പലർക്കും പ്രദീപിന് മേൽ വിമർശനങ്ങളുണ്ടാവും, ഈ സിനിമയൊക്കെ എന്ത് കാര്യമായിരിക്കുന്നതെന്നൊക്കെ. ബട്ട് അയാൾ ആ ഫോർമുല മനസ്സിലാക്കി, എൻ്റർടൈൻമെൻറ്റ് ഫോർമുല മനസ്സിലാക്കി പിടിച്ചുകൊണ്ടാണ് അയാൾ ഈ 2 സിനിമകളും കൊണ്ടുവന്നത്. അശ്വന്ത് മാരിമുത്തുവാണ് ഡ്രാഗൺ സംവിധാനം ചെയ്തത്. നവാഗതനായ കീർത്തീശ്വരനാണ് ഡ്യൂഡ് കൊണ്ടുവന്നത്. ഈ 2 സിനിമകൾക്കും ഒരു പ്രദീപ് രംഗനാഥൻ ചേരുവകളുണ്ട്. അതായത് പ്രദീപ് എന്താണോ ലവ് ടുഡേയിൽ ചെയ്തു വെച്ചത് അതേ ചേരുവകൾ ഈ 2 സിനിമകളിലും കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് തിയേറ്ററുകളിൽ ഹിറ്റായി. നമ്മൾ തിയേറ്ററിൽ ഹിറ്റാവുന്ന സിനിമകൾ നമ്മൾ ആ രീതിയിൽ തന്നെ കാണണമല്ലോ. അത് ഫേവറേറ്റ് ഫിലിംസ് ആയിട്ട് മാറി, ജനപ്രിയ സിനിമകളായിട്ട് മാറി. പ്രദീപ് രംഗനാഥൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ എൻ്റർടൈനേഴ്സ് ഇൻ തമിഴ് ഇൻഡസ്ട്രി. അപ്പോൾ അയാളുടെ വർക്കുകളെയും കുറിച്ച് സംസാരിക്കണം, അയാളുടെ സിനിമകളെയും കുറിച്ച് സംസാരിക്കുന്നതാണ്. ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ എന്നുള്ള രീതിയിൽ ഓഫ് കോഴ്സ് ഈ 2 സിനിമകളും വീണ്ടും നല്ല റിപ്പീറ്റ് ബാച്ചുള്ള സിനിമകളാണ്. ആ രീതിയിൽ തന്നെയാണ് ഈ സിനിമ നമ്മൾ ഒരു ടോപ്പ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ടും പറയുന്നത്. നമുക്കിനി സംസാരിക്കാനുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ഋഷഭ് ഷെട്ടി നായകനായി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത കാന്താര ചാപ്റ്റർ 1 ലെജൻഡ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഏകദേശം 800-850 കോടിയോളം രൂപ ബോക്സ് ഓഫീസിൽ, ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത സിനിമ. ഒരു പക്ഷേ ഈ വർഷം ഇറങ്ങിയത് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്ന സിനിമയാണ്. ആ ഹൈപ്പിനോട് നീതി പുലർത്തുന്ന ഒരു സിനിമയായിട്ടാണ് കാന്താര മാറുകയും ചെയ്തത്. നല്ല മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. രുക്മിണി വസന്താണ് നായികയായി എത്തിയത്. ജയറാമിന് ഒരു വലിയ വ്യത്യസ്തമായ വേഷത്തിൽ ജയറാമിനെ കാണാൻ സാധിച്ചു. മറ്റുള്ള ഭാഷകളിലൊക്കെ പോയിട്ട് ഈ അടുത്തിടെ ചെയ്യുന്ന ജയറാമിൻ്റെ കഥാപാത്രങ്ങളൊക്കെ കുറച്ചൊരു കോമാളി ടൈപ്പ് സിനിമകളായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഇപ്പം
സൂര്യയുടെ കൂടെ ചെയ്ത കാർത്തിക് സുബ്രാജ് നായകനായി വന്ന കാർത്തിക് സുബ്രാജിൻ്റെ സംവിധാനത്തിൽ സൂര്യ നായകനായി എത്തിയ റെട്രോയിൽ ഉൾപ്പെടെ ജയറാമിൻ്റെ വേഷമൊന്നും വളരെ അപ്പീലിംഗ് ആയിരുന്നില്ല. ശങ്കറിൻ്റെ സംവിധാനത്തിൽ ഗെയിം ചേഞ്ചറിലൊക്കെ കൊണ്ടുപോയിട്ട് എന്താണ് കാണിച്ചു വെച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലോഡ് മോശം കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ മാറി എന്തോ ഭയങ്കരമായൊരു എനർജി ഫീൽ ചെയ്തൊരു കഥാപാത്രത്തിൽ ജയറാമിനെ കാണാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഒരു ഹാർട്ട് വാർമിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ കാന്താര ഈസ് ക്ലോസ് ടു മൈ ഹാർട്ട്. ഈ 2025 കണ്ട ഒരു മികച്ച സിനിമയിൽ ഒന്നായിട്ട് അത് പോകും. ആൻഡ് നമുക്ക് ഏറ്റവും സംസാരിക്കാനുള്ള ഈ വർഷം ഒരു വിസ്മയം തോന്നിയ ഒരു സിനിമ എന്ന് പറയുന്നത് ചാവയാണ്. 2025 ഫെബ്രുവരി 14 റിലീസ് ചെയ്ത സിനിമയാണ് ചാവ. വിക്കി കൗശൽ പ്രധാന വേഷത്തിലെത്തി, അക്ഷയ് ഖന്ന വില്ലൻ വേഷത്തിലെത്തിയ സിനിമ ചാവ വാസ് എൻ അബ്സല്യൂട്ട് സ്റ്റണ്ണർ. തിയേറ്റേഴ്സിൽ ഭയങ്കര രസമായി കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയായിരുന്നു. ചാവ ഇസ് ഗോണ ബി ദ ടോപ്പ് ഇൻ ദാറ്റ് ലിസ്റ്റ്. മികച്ച അന്യഭാഷ സിനിമയിൽ, അതായത് മലയാളം ഒഴിച്ചുള്ള അന്യഭാഷ സിനിമകൾ നമുക്ക് സംസാരിക്കാനുള്ള കമേഴ്ഷ്യൽ സിനിമകളാട്ടോ പറയുന്നത്. നമ്മളല്ലാണ്ട് ഡോക്യുമെൻ്ററീസോ അല്ലെങ്കിൽ ഒരു ഓഫ് ബീറ്റ് സിനിമകളെ കുറിച്ചോ അല്ല സംസാരിക്കുന്നത്. തിയേറ്റേഴ്സിൽ കമേഴ്ഷ്യലി വയബിളായിട്ടുള്ള സിനിമകൾ മാത്രമാണ് നമ്മൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് എന്നതും കൂടി എടുത്തു പറയട്ടെ. ആൻഡ് ആ ലിസ്റ്റിൽ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഹോം ബൗണ്ട് എന്ന സിനിമയും സംസാരിക്കപ്പെടുന്നുണ്ട്. ഹോം ബൗണ്ട് ഉറപ്പായിട്ടും ആ ലിസ്റ്റിൽ ടോപ്പിൽ നിൽക്കുന്ന, ഹോം ബൗണ്ട് ഇല്ലാതെ എന്ത് ലിസ്റ്റല്ലേ? സ്വാഭാവികമായിട്ട് നിങ്ങളിപ്പോൾ ഈ ലിസ്റ്റ് കാണുമ്പോൾ എന്തായാലും ഹോം ബൗണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഹോം ബൗണ്ട് വേറൊരു സുഖം തന്നൊരു സിനിമയാണ്. ഹോം ബൗണ്ട് തന്നെയാണ് ഓസ്കേഴ്സിലേക്ക് നമ്മുടെ ഒഫീഷ്യൽ എൻട്രി ആയിട്ടും പോകുന്നത്. അത് വലിയ വിജയമായി മാറട്ടെ എന്നതും കൂടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇതാണ് 2025 നമുക്ക് സംസാരിക്കാനുള്ള സിനിമകളും അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ, നായകന്മാർ, നായികമാർ ഒക്കെ. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ലിസ്റ്റ് ഡിഫർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം കൂടുതൽ സിനിമകളെ പറ്റി സംസാരിക്കണം, കൂടുതൽ താരങ്ങളെ പറ്റി സംസാരിക്കണം, അവരുടെ പെർഫോമൻസുകളെ പറ്റി സംസാരിക്കണം. അതെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ, കഥാപാത്രങ്ങൾ, ഇതൊക്കെ ആരായിരുന്നു, എന്തായിരുന്നു, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിസ്കഷനാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഉണ്ടാകും എന്നും കരുതുന്നു. നമ്മൾ ഈ 2025 റൗണ്ടപ്പോട് കൂടി ഇന്നത്തെ വൈറൽ സൈഡ് എപ്പിസോഡ് നമ്മൾ പൂർണ്ണമാവുകയാണ്. നമുക്കിനി അടുത്ത വർഷം കാണാം. ജനുവരി 1 കാണാം. നാളെ കാണാം.